ഒരിക്കൽ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന ശൂർപ്പണഖ പ്രഭു ശ്രീരാമനെ കാണാനിടയായി. അദ്ദേഹത്തിൽ കണ്ണുടക്കിയ ആ നിമിഷം അവൾ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി. ഉടൻ തന്നെ തന്റെ ഭീകരമായ അസുരരൂപം ഉപേക്ഷിച്ച് അവൾ അതിസുന്ദരിയായ ഒരു സ്ത്രീരൂപം സ്വീകരിച്ചു. മോഹത്താൽ നിറഞ്ഞ് അവൾ പ്രഭു ശ്രീരാമനെ സമീപിച്ചു. പെട്ടെന്ന് പ്രഭു ശ്രീരാമൻ ശൂർപ്പണഖയെ കാണാനിടയായി. ശാന്തമായ വിനയത്തോടെ പ്രഭു ശ്രീരാമൻ ചോദിച്ചു, ദേവി, അങ്ങ് എങ്ങനെയാണ് ഈ നിബിഡമായ വനത്തിൽ എത്തിപ്പെട്ടത്? പുഞ്ചിരിച്ചുകൊണ്ട് ശൂർപ്പണഖ മറുപടി പറഞ്ഞു, ഇന്നുവരെ അങ്ങയെപ്പോലെ തേജസ്സുള്ള ഒരു ദിവ്യനായ പുരുഷനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങയുടെ സൗന്ദര്യം എന്റെ ഹൃദയത്തെ കീഴടക്കി. പ്രഭു ശ്രീരാമൻ പിന്നെയും വിനയത്തോടെ അവളോട് ചോദിച്ചു, ദേവി, അങ്ങ് ആരാണെന്നും എന്തിനാണ് ഇവിടെ വന്നതെന്നുമുള്ള കാര്യം എന്നോട് പറയുക. അപ്പോൾ ശൂർപ്പണഖ വളരെ സ്നേഹത്തോടെ പ്രഭു ശ്രീരാമനോട് പറഞ്ഞു, ഞാൻ ശൂർപ്പണഖയാണ്, അസുരവംശത്തിലെ രാജകുമാരി. ത്രിലോക വിജയിയായ രാവണനെ കുറിച്ച് അങ്ങ് തീർച്ചയായും കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം എന്റെ സഹോദരനാണ്. എന്നാൽ അങ്ങ് ആരാണെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. പ്രഭു ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, ഞാൻ അയോധ്യയിലെ ദശരഥ മഹാരാജാവിന്റെ പുത്രനായ രാമനാണ്. ദേവിയെ ഞാൻ എങ്ങനെയാണ് സേവിക്കേണ്ടത്? അപ്പോൾ ശൂർപ്പണഖ പ്രഭു ശ്രീരാമനോട് പറഞ്ഞു, രാമ, അങ്ങയെ കണ്ട ആദ്യ നിമിഷം മുതൽ ഞാൻ അങ്ങയുമായി പ്രണയത്തിലായിരിക്കുന്നു. ഈ ലോകത്ത് അങ്ങയെപ്പോലെ ഒരു പുരുഷനില്ല, എന്നെപ്പോലെ ഒരു സ്ത്രീയുമില്ല. നമ്മുടെ കൂടിച്ചേരൽ തികഞ്ഞ ഒന്നായിരിക്കും. അപ്പോഴേക്കും പ്രഭു ശ്രീരാമന്റെ ഭാര്യയായ മാതാ സീത അവരുടെ പർണശാലയിൽ നിന്ന് പുറത്തു വന്നു. ശൂർപ്പണഖ ധൈര്യപൂർവ്വം പറഞ്ഞു, രാമ, എന്നെ വിവാഹം കഴിച്ചാലും ഞാൻ അങ്ങയുടെ പ്രിയ പത്നിയായിരിക്കും. പ്രഭു ശ്രീരാമൻ ശാന്തമായി മറുപടി നൽകി, ദേവി, ഞാൻ വിവാഹിതനാണ്. ഇതെന്റെ ഭാര്യ സീതാദേവിയാണ്. ശൂർപ്പണഖ ഒന്നും ആലോചിക്കാതെ പിന്നെയും പറഞ്ഞു, എനിക്കതിൽ യാതൊരു വിരോധവുമില്ല രാമ. രാജാക്കന്മാർക്ക് ഒന്നിലധികം ഭാര്യമാർ ഉണ്ടാകുന്നത് പതിവാണല്ലോ. പ്രഭു ശ്രീരാമൻ സൗമ്യമായി മറുപടി പറഞ്ഞു, എന്നാൽ ഞാൻ വനവാസത്തിൽ കഴിയുന്ന ഒരു താപസനാണ്. കൂടാതെ നാം ഏകപത്നി വ്രതം എടുത്തിരിക്കുകയാണ്. ഇതു കേട്ട് ശൂർപ്പണഖ തന്റെ നോട്ടം ശ്രീരാമന്റെ അനുജനായ ലക്ഷ്മണനിലേക്ക് തിരിഞ്ഞു. അവൾ ചോദിച്ചു, ഈ സുന്ദരനായ പുരുഷൻ ആരാണ്? അപ്പോൾ പ്രഭു ശ്രീരാമൻ മറുപടി നൽകി, അദ്ദേഹം എന്റെ സഹോദരൻ ലക്ഷ്മണനാണ്. അവൾ വീണ്ടും ചോദിച്ചു, അദ്ദേഹം ഒറ്റയ്ക്കാണോ? പ്രഭു ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഈ വനത്തിൽ അതെ, അദ്ദേഹം ഒറ്റയ്ക്കാണ്. തുടർന്ന് ശൂർപ്പണഖ ലക്ഷ്മണനെ സമീപിച്ചു. ലക്ഷ്മണ, നമ്മെ അങ്ങ് ഭാര്യയായി സ്വീകരിച്ചാലും? ഇത് കേട്ടതും ലക്ഷ്മണൻ മറുപടി നൽകി, ദേവി, ഇതെന്തൊരു പ്രണയമാണ്. ഒരു നിമിഷം മുൻപ് അങ്ങ് എന്റെ ജ്യേഷ്ഠനിൽ മോഹിതയായിരുന്നു, ഇപ്പോൾ എന്റെ നേർക്ക് തിരിഞ്ഞിരിക്കുന്നു. തുടർന്ന് കോപത്താൽ ജ്വലിച്ച് ശൂർപ്പണഖ അലറിക്കൊണ്ട് പറഞ്ഞു, ഈ നിസ്സാരക്കാരിയായ സീത കാരണമാണ് നിങ്ങൾ സഹോദരന്മാർ എന്നെ വേണ്ടെന്ന് പറയുന്നത്. ഞാൻ ഇവളെ വധിക്കാൻ പോവുകയാണ്. അങ്ങനെ ശൂർപ്പണഖ വളരെ കോപത്തോടെ സീതാദേവിയുടെ നേർക്ക് പാഞ്ഞെടുത്തപ്പോൾ ലക്ഷ്മണൻ അതിവേഗം തന്റെ വാളെടുത്ത് ശൂർപ്പണഖയുടെ മൂക്ക് ഛേദിച്ചു കളഞ്ഞു. ശൂർപ്പണഖ ആദ്യമായി പ്രഭു ശ്രീരാമനെ കണ്ടുമുട്ടിയ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീറാം.